നാളിലേക്ക് വിശുദ്ധിയോടെ കാത്തുകൊള്ളുക. അതെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ വിശുദ്ധിയോടെ ജീവിച്ച 100% വിശ്വസ്തയോട് നമ്മളെല്ലാവരും സ്വർഗത്തിൽ പോകുന്നു നമുക്ക് അറിയാം. അതെ, ഞാൻ പറഞ്ഞു 4 കാര്യം മനുഷ്യന്റെ അധികം 4 പറഞ്ഞു. ഒന്ന് മരണം. അതെ, മരണം പ്രത്യാശ. നമുക്ക് മരണം എന്നത് പ്രകാശത്തിലേക്ക് നൽകാൻ. രണ്ടാമതാണ് വിധി. പ്രിയപ്പെട്ടവരെ, വിധി എന്ന് പറയുമ്പോൾ 2 തരമുണ്ട്. നമ്മൾ ഓരോരുത്തരും എല്ലാവരും ഈ ലോകത്തെ ജീവിക്കുന്ന നാനാജാതി മനുഷ്യർ ദൈവത്തിന് മുമ്പേ പല ചായക്കണം. പല ചായക്കല ഒരു ദിവസം പ്രിയപ്പെട്ടവരെ വരും. അന്ന് ദൈവമായ കർത്താവ് നമ്മൾ ഓരോരുത്തരോടെ നേരെ കഴിച്ചുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ളത് നിത്യതയിലേക്ക് പോകുന്ന അവസരത്തെ പോയിട്ട് നിനക്ക് സ്വർഗം വേണോ നരകം വേണോ? നമ്മളാണ് പ്രിയപ്പെട്ടവരെ സ്വർഗവും നരകവും തിരഞ്ഞെടുക്കുന്നത്. ദൈവമായ കർത്താവ് നമുക്ക് തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം. നമ്മൾ അവകാശികളാണ്, ദൈവത്തിന്റെ അവകാശികളാണ്.